താഴെക്കൂടി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കി അതിൽ നിന്നെന്തോ വരുമാനം ഉദ്ദേശിക്കുന്ന ആളുകളല്ല ഇത്തരം പിന്നിലൂടെ കുത്തുന്ന പണി നടത്തുന്നത്. അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഈ അടുത്തായി നടത്തുന്ന വിഷയങ്ങളെ ഒന്നും കൂടി പുനർവിചിന്തനം നടത്തണം. ജനങ്ങൾ എത്രത്തോളം അപകടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, ജനങ്ങൾ എത്രത്തോളം ദ്രോഹിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ജപ്പാൻ ജ്വരത്തിന്റെ വാക്സിൻ എടുത്ത കുട്ടികൾക്ക് കുറെ അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന വാർത്ത കേട്ടിട്ടാണ് നാം ഇന്ന് ഉണർന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് ഈ കുത്തിവെക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാത്തത്? ഈ കുത്തിവെക്കാൻ പറയുന്ന ആളുകളോട് ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന എന്ത് രേഖ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഈ പരീക്ഷണം നടത്തുന്നത്? നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സ്കൂളിൽ മക്കളെ അയക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ പല പരീക്ഷണ വസ്തുക്കളും താഴെക്കൂടി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കി അതിൽ നിന്നെന്തോ വരുമാനം ഉദ്ദേശിക്കുന്ന ആളുകളല്ല ഇത്തരം പിന്നിലൂടെ കുത്തുന്ന പണി നടത്തുന്നത്. അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഈ അടുത്തായി നടത്തുന്ന വിഷയങ്ങളെ ഒന്നും കൂടി പുനർവിചിന്തനം നടത്തണം. ജനങ്ങൾ എത്രത്തോളം അപകടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, ജനങ്ങൾ എത്രത്തോളം ദ്രോഹിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ മറ്റാർക്കോ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുരുന്നു കുട്ടികളെ നിങ്ങൾ ഈ പരീക്ഷണം നടത്തരുത്. കേരള സമൂഹത്തെ ഇങ്ങനെ പരീക്ഷിക്കരുത്. അതുകൊണ്ട് ചികിത്സിക്കാൻ വേണ്ടിയല്ല മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തി രക്ഷകർത്താക്കൾ ഇല്ലാത്ത ആ സ്ഥലത്ത് ഒരു സുരക്ഷിതത്വവും ഇതെടുത്തതിന് ശേഷം ഈ സംഭവിച്ച അപകടങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരവാദിത്വം ഏൽക്കാൻ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന മെർക്കുറി പോലെയുള്ള മാരക അപകട വസ്തുക്കൾ പോലും അടങ്ങാൻ സാധ്യതയുള്ള ഇത്തരം രാസവിഷങ്ങൾ അത് എന്ത് പേരിൽ തന്നാലും മക്കളെ പരീക്ഷിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് വേണം എന്ന് മാത്രമാണ് എനിക്ക് ഉണർത്താനുള്ളത്.